സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ വീട്ടിലെത്തുകയാണ് വരുൺ. ശ്രീനിയാണെങ്കിൽ വരുണിനെ കണ്ട സന്തോഷത്തിൽ ആ വരുൺ മോനെ വാ അകത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ വിദ്യയിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിയുന്ന വരുണാണെങ്കിൽ ആകെ കലിപ്പിലാണ്. അയാൾ ശ്രീനിയോട് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെന്നും മകളെ നിലയ്ക്ക് നിർത്തണമെന്നും മറ്റും പറയുകയാണ് കേട്ടോ. അവൾ ആ കൃഷിൻ്റെ വീട്ടിൽ പോയത് എനിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും അവളെ എത്രയും വേഗം ഇവിടേക്ക് വിളിച്ചു വരുത്തണമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രീനിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാണ് കേട്ടോ. അപ്പോൾ ബഹളമൊക്കെ കേട്ട് ധനലക്ഷ്മി വരുന്നുണ്ട്. ധനലക്ഷ്മി ആണെങ്കിൽ വരുൺ കൊടുത്ത് സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് വരുണിനെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് വരുണും കൺമണിയുമായുള്ള വിവാഹം ഉടനെ നടത്തുമെന്ന് വരുണിനോട് പറയുന്നുണ്ട് കേട്ടോ. കൃപയുടെ റൂമിൽ നിന്ന് പുറത്തു വന്ന കൺമണിയാണെങ്കിൽ അലികയോട് തെറ്റ് ചെയ്തു എന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതോർത്ത് കരയുന്നുണ്ട് കേട്ടോ. അതേസമയം സുജാത വന്ന് എന്തിനാ മോള് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതേസമയം അമ്മ എന്നോട് ക്ഷമിക്കണമെന്നും കൃപ എനിക്ക് അനിയത്തി പോലെയാണെന്നും അവളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ലെന്നും മറ്റും പറയുന്നുണ്ട്. ഇതേസമയം കൺമണിയെ കൃപ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് മാനസയാണെങ്കിൽ എന്തോ സ്വപ്നവും മറ്റോ കണ്ട് ഞെട്ടി ഉണരുകയാണ്. അത് മിക്കവാറും കൺമണിയും കൃഷും അടുപ്പത്തിലാകുന്ന സ്വപ്നവും മറ്റോ ആകുന്നതായിരിക്കും തീർച്ച. അങ്ങനെ രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്ന് കയറുകയാണ് കേട്ടോ മനോജ്. വന്നു കയറിയ മനോജിനോട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കൺമണി പോയ കാര്യവും വരുൺ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സഹിക്കിട്ട് ഒന്ന് നിർത്തൻ്റെ ലക്ഷ്മി. ഇത്രയും കാലം കൺമണി മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു, ഇനി അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയുടെ വായടപ്പിക്കുകയാണ്. പിറ്റേന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ധനലക്ഷ്മി. അവിടെ ആ റൂമിൽ കൃഷിൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നത് കൺമണി കാണുന്നുണ്ട്. ഇത് കണ്ട കൺമണിയുടെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവൾ പതുക്കെ ആ താലി കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് കൃഷിൻ്റെ മുറിയിൽ പോയി വിളിക്കുകയാണ്. ഉറങ്ങുന്ന കൃഷി എന്തുകൊണ്ടാണെന്നറിയില്ല പെട്ടെന്ന് തന്നെ കൺമണിയെ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇടുകയാണ് കേട്ടോ. അയാളത് ദുരദൃഷ്ടത്തോടെ ചെയ്യുന്നതൊന്നുമല്ല, എന്തോ സ്വപ്നമോ ഒറ്റോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് കൺമണിയുടെ ദേഹത്ത് കൈവച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയം കൺമണിയാണെങ്കിലും അമ്പരന്നും ഞെട്ടിയും കൃഷിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ കിടക്കുകയാണ്.